നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രിയേറ്റ് എ ഡാറ്റ ഫ്രെയിം ഫ്രം ഡിക്ഷണറി ഓഫ് എൻഡി അറേസ് ഓർ ലിസ്റ്റ്. എറേയോ അല്ലെങ്കിൽ ലിസ്റ്റോ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ഡാറ്റ ഫ്രെയിം ഉണ്ടാക്കാം. നമ്മൾ ഇമ്പോർട്ട് പാൻഡാസ് ആസ് പി ഡി ഡാറ്റ 1ൽ നമ്മൾ നെയിം ഫ്രേയ മോഹക് ഏജ് 9 10 എന്ന് കൊടുത്തു. ഡാറ്റ ഫ്രെയിമിനെ നമ്മൾ DF1 എന്ന പേരിൽ സ്റ്റോർ ചെയ്ത് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ഇവിടെ ആദ്യത്തെ റെക്കോർഡായിട്ട് ഫ്രേയ എന്നുള്ള പേരും ഏജിൽ 9 രണ്ടാമത്തെ റെക്കോർഡിൽ മോഹക് ഏജിൽ 10. അപ്പോൾ ഇതുപോലൊരു ഡാറ്റ ഫ്രെയിം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇനി നമ്മളിത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഡാറ്റ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ എറേ യൂസ് ചെയ്തിട്ടോ ലിസ്റ്റ് യൂസ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇനി അതുപോലെ ഇവിടെ നമുക്ക് കാണാനുള്ളത് ലിസ്റ്റ് ഓഫ് ഡിക്ഷണറിയിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇമ്പോർട്ട് പാൻഡാസ്, അത് കഴിഞ്ഞ് ഡാറ്റ 1 എന്ന് പറഞ്ഞിട്ട് X1 Y2 അതേമാതിരി X5 Y4 Z5 എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ചെയ്തു. ഇനി DF1 ഈക്വൽ PD.data frame ഡാറ്റ 1 എന്ന് കൊടുത്തു. അപ്പോൾ പ്രിൻറ്റ് DF1 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഔട്ട്പുട്ടിൽ കാണാം X Y Z, അതിൽ വാല്യൂസും നമ്മൾ എന്താ കൊടുത്തേച്ചാൽ അത് പ്രകാരം വരും. വാല്യൂ ഇല്ലാത്ത സ്ഥലത്ത് നോട്ട് എ നമ്പർ എന്നാണ് പ്രിൻ്റ് ആയിട്ട് വരിക. പിന്നെ അതേപോലെ നമ്മൾ കൊടുക്കുന്ന വാല്യൂസിനനുസരിച്ച് അത് ഇൻറ്റീജർ വാല്യൂ ഫ്ലോട്ട് വാല്യൂ അങ്ങനെ വ്യത്യാസമായിട്ട് സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റ ഫ്രെയിം പല മെത്തേഡ്സിലൂടെ ഉണ്ടാക്കാം. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ റൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് ഡാറ്റ ഫ്രെയിം ഫ്രം എ ഡിക്ഷണറി അല്ലെങ്കിൽ ലിസ്റ്റ് അങ്ങനെ ചോദിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം കോഡ് എഴുതാനും നമ്മൾ പഠിക്കണം. ഒപ്പം തന്നെ ചിലപ്പോൾ കോഡ് തന്നിട്ട് വാട്ട് ഇസ് ദ ഔട്ട്പുട്ട് എന്ന് ചോദിച്ചാൽ ഇതുപോലെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കണം. അപ്പോൾ നമുക്ക് ഈ 2 മെത്തേഡ്സും നമുക്ക് അതാണ് ഇവിടെ പഠിപ്പിച്ചു തരുന്നത്. 2 ഡിഫറെൻറ്റ് വേസിലൂടെ എങ്ങനെയാണ് നമ്മളിവിടെ ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണേ.